ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു ദിവസം, പുതിയൊരു ബ്ലോഗ്, പുതിയൊരു വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ട്. രാവിലെ ഒരു തെളിവൊക്കെ ഉണ്ട്. നൈസായിട്ടൊന്ന് ഓടാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓടാൻ പോകുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട്, അതാണ് കാപ്പി കുടി. അപ്പോൾ ഇതാണ് നമ്മുടെ അട, നമ്മുടെ ഫിംഗർ റൊട്ടി എന്ന് പണ്ടുള്ള ഒരു കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് അടയാണ്. അപ്പം ഇതുണ്ടാക്കി തന്നത് എൻ്റെ സ്വന്തം സഹധർമ്മിണി. ഇതാണ് സഹധർമ്മിണിയുടെ ഇഷ്ടവിനോദം. അതൊക്കെ കാണുന്നത് നമ്മുടെ സന്തോഷം. പിന്നെ നമുക്ക് നമ്മുടെ ചെക്കനുമായിട്ട് ഇറങ്ങിയേക്കാം. മഴയൊക്കെ കുറവായതുകൊണ്ട് ഇന്ന് ഇവൻ്റെ കൂട്ടത്തിലാണ് ഇന്നത്തെ ഡ്യൂട്ടി. നമ്മുടെ ഇവിടുത്തെ വഴി ഭയങ്കര മോശമാണ് കേട്ടോ. 1 മൈൽ അട്ടപ്പുള്ളം ലക്ഷം വീട് കോളനി വഴി ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ആ വഴിക്ക് ഓടാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ എന്നാണേലും ആദ്യത്തെ ഒരു കൈനീട്ടം വരുന്ന വഴിക്ക് തന്നെ കിട്ടി കേട്ടോ. കുമ്പളി സ്കൂളിലോട്ട് ഒരു ടീച്ചറിനെയും കൊണ്ട് ഓട്ടം വരാം. അപ്പോൾ ഇവിടെ വന്നപ്പം അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ 1 മൈലിലും അട്ടപ്പുളത്തൊന്നും മഴയില്ല, ഇവിടെ മഴ. അപ്പം എനിക്ക് തോന്നുന്നു ഏരിയ തിരിഞ്ഞാന്ന് തോന്നുന്നു മഴയൊക്കെ ഇപ്പം പെയ്യുന്നു. അവിടെ മഴയുണ്ട്, ഇവിടെ മഴയില്ല. അങ്ങനെ ആ ടീച്ചറിനെയും കൊണ്ടുപോയി വിട്ടിച്ച് നമ്മൾ ആദ്യത്തെ കൈനീട്ടം രാവിലെ വരുമ്പോഴേ കൈനീട്ടം വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. പിന്നെ സ്റ്റാൻഡിൽ വന്ന് ഇച്ചിരി നേരം ചുമ്മാ കിടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്റ്റാൻഡിൽ വന്നത് ചുമ്മാ കിടക്കുവാണേ. പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം കിടന്ന് അത്യാവശ്യം 1-2-3 ഓട്ടം കിട്ടി കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു 3 മണിയൊക്കെ ആയപ്പം നമ്മൾ അനീഷ് ബ്രോയെ വിളിച്ച് ചോദിച്ച് നമ്മുടെ വണ്ടിയുടെ ഓയിലൊക്കെ മാറിയിട്ട് ഒത്തിരി ദിവസമായി. അപ്പോൾ ഓയിൽ മാറാൻ പറ്റുമോ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു തിരക്ക് കുറവാ, പോരാൻ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ 1 മൈൽ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഈ വർക്ക്ഷോപ്പ്. അതുകൊണ്ട് നമുക്ക് നോക്കി തിരക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് തിരക്കില്ലാത്ത സമയം നോക്കി കയറി വണ്ടിക്ക് ഓയിലൊക്കെ പണിയൊക്കെ ഉള്ളത് പണി തീർക്കാം. പെട്ടെന്ന് പണിതും തരും കേട്ടോ. വലിയ താമസമൊന്നും ഇല്ലാതെ പെട്ടെന്ന് പണിത് തരും. അപ്പം നമ്മളിത് ഓയിലൊക്കെ ഒന്ന് മാറി ഫ്ലൂയിഡൊക്കെ ഒന്ന് നോക്കി, കേബിളൊക്കെ മാറാൻ അതെല്ലാം മാറി അതൊക്കെ ഒന്ന് നോക്കുവാണേ. അപ്പോൾ അതെല്ലാം പണി തീർക്കേണ്ടതൊക്കെ തീർത്തിട്ടേക്കുവാണേലേ. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഈ വേറെ വണ്ടികളിൽ ഇടയൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് നമ്മുടെ വണ്ടി ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ. അതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ച് പോയി. ഓയിലൊക്കെ ഇച്ചിരി കറുത്ത് പോയായിരുന്നു. അപ്പം പണിയൊക്കെ എന്നാളും കഴിഞ്ഞ് ഓയിലെല്ലാം മാറി. ഇനി ഓയിലും കൂടി ഒഴിച്ചാൽ മതി, ബാക്കി എല്ലാ പണിയും തീർന്നു. അപ്പം ഈ കാണുന്ന ഓയിലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പണി അങ്ങ് തീർന്നു. അപ്പം നമുക്ക് മാത്രം പോലല്ലോ ഉള്ളിലോട്ട് പോകുന്നത്, നമ്മളെ വണ്ടിക്കും വേണമല്ലോ, അവനും വേണ്ട കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്നുകൊണ്ട് അതിൻ്റെ ഇത് അങ്ങ് തീർന്നു. ഇനി കുറച്ച് ദിവസത്തേക്കിന് അത് നോക്കണ്ട. അപ്പോൾ വണ്ടി പണിയെല്ലാം തീർന്ന് നമ്മൾ വെളിയിലോട്ട് വന്ന് ഇന്നിപ്പോഴാണ് കേട്ടോ ഈ സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ജയൻ ചേട്ടൻ 2 മൈലിലൊരു പുതിയൊരു വീട് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ പണിയൊക്കെ ആയിരുന്നു. അറ്റകുറ്റപ്പണിയൊക്കെ അതിന് ഇച്ചിരി സാധനമായിട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ച് ആ ഒരു ഓട്ടം കൂടെ കിട്ടി. ഇതാ വീട് കേട്ടോ. ആ ഓട്ടം കൂടെ കഴിഞ്ഞ് എന്നാലും സാധനം കൊടുത്തിട്ട് സന്ധ്യയായി, എന്നെ വീട്ടിൽ പോയേക്കാന്ന് വെച്ചു. അപ്പം ഇന്ന് എന്നെ ഇത്രയും വരെ സഹിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി. അപ്പം അടുത്ത വീഡിയോ കാണാം. ബായ്.